2 സിംഗിൾ ക്രോഷ്യ ഒരു ചെയിൻ്റെ ഉള്ളിൽ 2 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള ഇങ്ങനെയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി 2 റോ കൂടി ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തത് എന്തായിരുന്നു? കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവുമായിരുന്നു. ഈ അറ്റം വരെ കണ്ടിന്യൂ ചെയ്തു പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഒരു ചെയിൻ ഇടാം എക്സ്ട്രാ, അതായത് സെയിം കളർ നൂലെടുക്കുക, ഒരു ചെയിൻ ഇടാം, ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ നൂല്, അതായത് വേറെ കളർ ത്രെഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കില്ല. അങ്ങനെ വേറെ കളർ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് പോവാം, കണ്ടിന്യൂ ചെയ്ത് പോവാം. അതായത് നമ്മൾ സാധാരണ സിംഗിൾ ക്രോഷ്യ ചെയ്തിരുന്നില്ലേ, അതേ സെയിം സിംഗിൾ ക്രോഷ്യ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വ്യത്യാസമൊന്നുമില്ല. നമ്മളവിടെ എന്ത് ചെയ്യുന്നു, ആ ഭാഗത്ത് നമ്മൾ നൂല് ആഡ് ചെയ്തിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്ന് മാത്രം. നോർമലി എങ്ങനെയാണോ ഈ ത്രെഡ് ചേർത്ത് വെച്ച് തുന്നി പോകണം കേട്ടോ. ബാക്ക് ത്രെഡ് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് തുന്നിപ്പോകുക. ഓക്കെ. ഇതുപോലെ ഈ എൻഡ് വരെ ചെയ്ത് പോവാം. നമ്മൾ തുടങ്ങിയത് എവിടെയാണോ തുടങ്ങിയത് അവിടെ നിന്നിട്ടിട്ട് ഈ അവസാനം വരെ. അതുപോലെ കണ്ടിന്യൂ ചെയ്ത് വർക്ക് എവിടെയാണോ തുടങ്ങിയത് അവിടെ നിന്ന് വർക്ക് ഇവിടെ കൊച്ചെന്ന് അവസാനിപ്പിക്കുക കേട്ടോ. ലാസ്റ്റ് സെൻറ്ററിൽ ഈ ഹോളിൽ വന്നിട്ട് അവസാനിപ്പിക്കുക. ഇവിടെ നിന്ന് ഫസ്റ്റത്തെ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കണ്ടോ, നമ്മൾ ഈ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പം ഇങ്ങനെയായിരിക്കും ഇവിടെ നിന്ന് കിട്ടുക. ഇതുപോലെ ഓരോ ഹോളിലും വർക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റത്തെ ആ പാറ്റേണിലേക്ക് എത്തിക്കുക. ലാസ്റ്റത്തെ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് എത്തിക്കുക കേട്ടോ. കണ്ടിന്യൂ ചെയ്ത് പോവാം. കണ്ടോ, ഇവിടുന്ന് ഈ ഹോൾസിലെല്ലാം ചെയ്തിട്ട് അവസാനം ഇവിടെ വന്നിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത്, എവിടെയല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ എൻഡിൽ കൊടുത്തിട്ട് നിർത്തുക. എന്നിട്ട് കെട്ടിട്ടിട്ട് നോട്ടിട്ട് നിർത്തുക. ഓൾമോസ്റ്റ് നമ്മൾ 3rd ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 3rd ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ഹോളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ചെയിൻ കൊടുക്കുക. അടുത്ത ഹോളിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ചെയിൻ കൊടുക്കുക. ഓക്കെ. ദെൻ ഒരു ചെയിൻ ഇട്ടിട്ട് വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് ഈ വഴിയാണ് വരെ ഇവിടെ നിന്ന് എത്രാമത്തെ ഫസ്റ്റത്തെ ഹോളിൽ ഓൾമോസ്റ്റ് നമ്മുടെ 3rd റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ട് ഇറക്കി തുന്നണം കേട്ടോ. അതായത് എത്തി. ഇനി ലാസ്റ്റത്തെ ഇതിൽ ചെയ്യാം. ഓക്കെ. ഇതിലിങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ചെയിൻ ഇടാം. ഓക്കെ. ഒരു ചെയിൻ ഇട്ടിട്ട് വർക്ക് ടേൺ ചെയ്യാം. നോർമലി നമ്മൾ ചെയ്യും. വർക്ക് ടേൺ ചെയ്തിട്ട് അടുത്ത ഹോളിൽ നിന്ന് എന്ത് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇതുപോലെ എല്ലാ ഹോൾസിലും സിംഗിൾ ക്രോഷ്യ ചെയ്യാം. കണ്ടോ, വർക്ക് ടേൺ ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷ്യ നമ്മളിപ്പോൾ ഈ വഴി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തത് നമ്മളിവിടെ നിർത്തി ഇവിടെ നിന്ന് വർക്ക് ടേൺ ചെയ്തിട്ട് എല്ലാ ഹോൾസിലും സിംഗിൾ ക്രോഷ്യ
ചെയ്ത് പോവാം. നേരത്തെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു. നേരത്തെ ഞാൻ ഒരു വട്ടാട്ടോ സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും 2 വട്ടം ചെയ്യാൻ, കാരണം എൻ്റെ നൂല് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വട്ടം സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ വട്ടമാണ് ചെയ്യുന്നത് കേട്ടോ. സിംഗിൾ ക്രോഷ്യ ഫസ്റ്റ് നമ്മൾ ചെയിൻ ചെയ്തു, ആ ചെയിൻ്റെ ഉള്ളിൽ 2 വട്ടം സിംഗിൾ ക്രോഷ്യ കൊടുത്തു. അതായത് സിംഗിൾ ക്രോഷ്യ കൊടുത്തു പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 വട്ടം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നൂല് കട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എന്താ പറയുക ജോയിൻ ചെയ്തിട്ട് ചെയ്യാം. നേരത്തെ കാണിച്ചിരുന്നത് പോലെ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ നൂല് കഴിഞ്ഞ് പോയിരുന്നു. അപ്പോൾ ഞാൻ ഒരു വട്ടമാണ് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ആ ചെയിനിൽ ഒരു വട്ടം സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു, ഇത് 3ാമത്തെ റോ സിംഗിൾ ക്രോഷ്യാണ് ബാൻഡിൽ ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടെ മുതൽ ഇതിൻ്റെ ഈ എൻഡ് വരെ ചെയ്യുക.